ദൈവത്തിന്റെ ഏതുപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വരുവാൻ അക്കൗണ്ട് ദൈവം ഒരുക്കിയതായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനിൽ നിന്നും അതേപോലെ രാവിലെ കർത്താവിന്റെ ദാസിയിൽ നിന്നും വളരെ ശക്തമായ ആലോചനകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ വിവിധമായ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഒടുവിലായി നമുക്ക് ഇടയായല്ലോ. കേട്ടതുപോലെ സ്തോത്രം ആഴമേറിയ ഒരു സ്നേഹത്തിന്റെ അനുഭവം. സ്തോത്രം ആഴത്തിലേക്ക് ഹല്ലേലൂയ വലവീശുവാൻ പറഞ്ഞപ്പോൾ ഒരു ആഴമേറിയ സ്നേഹത്തിന്റെ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ആഴമായിട്ടാണ്. അതുകൊണ്ട് കർത്താവിനെ നമ്മൾ ആഴമായി സ്നേഹിക്കണം എന്നുള്ളതായ വചനം കേൾക്കാനിടയായി. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ തുടർന്ന് എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവല്ലോ. ഒരു പ്രാർത്ഥനയുടെ സ്തോത്രം എന്റെ മാതാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് തന്നെയാണ് കർത്താവിന്റെ ദാസന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തതുപോലെ സ്തോത്രം പൈശാചിന്റെ പ്രവർത്തികളിൽ നിന്നും അല്ലെങ്കിൽ പലപ്പോഴും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എന്നുള്ളതായ ദൈവത്തിന്റെ വചനം വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ തന്നെ നമ്മള് പലപ്പോഴും രാത്രി കാലങ്ങളിലും മറ്റും നമുക്ക് ഉറക്കം വരാതെ കിടക്കുന്നതായ സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും അറിയില്ല എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഉണർത്തുന്നത്. ഒരുപക്ഷെ നമ്മൾ ആ വലിയ വിഷയം പലപ്പോഴും മനസ്സിലാക്കിയില്ല എങ്കിലും ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. കർത്താവദാസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ മണക്കാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുത്തെ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്. ഞങ്ങൾ ഈ രാത്രി കോളേജ് ഈ സെമിനാരിയുടെ മുകളിൽ 3 നില കെട്ടിടമാണ്. ഇതിന്റെ വശങ്ങളിൽ പാരപ്പറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതിന് പാരപ്പറ്റ് കെട്ടാത്തത് കൊണ്ട് അതിന്റെ സൈഡിലേക്ക് സാധാരണ ഞങ്ങൾ പോകാറുമില്ല. പക്ഷെ എന്നാലും ഒരു വശത്ത് ഇങ്ങനെ പാറയൊക്കെ അടുക്കിയിട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. കാരണം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു രാത്രി വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇങ്ങനെ ചൂടാകുന്നതുകൊണ്ട് ഞങ്ങൾ മുകളിൽ ഈ ഏറ്റവും ടെറസിന്റെ മുകളിൽ പോയി കിടന്ന് ഇങ്ങനെ വിശ്രമിക്കും. അവിടെ വിശ്രമിക്കുന്നതായ സമയത്ത് ചിലപ്പോൾ കുറെ നേരം കിടന്ന് ഉറങ്ങി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള പലരും നേരത്തെ എഴുന്നേറ്റ് പോകും. അതിനുശേഷം ഓരോരുത്തരായി പോകും. ഞാൻ ഇങ്ങനെ രാത്രി അവിടെ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഏതാണ്ട് അർദ്ധരാത്രി ആയതായ സമയം ഞാൻ ഉറക്കത്തിൽ തനിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നടന്ന് ഈ പാരപ്പറ്റിന്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ ഈ 3 നില കെട്ടിടത്തിന്റെ മുകളിൽ അതിന്റെ അതിന്റെ ആ വശത്തേക്ക് കെട്ടിടത്തിന്റെ അരിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഞാൻ അറിയുന്നൊന്നുമില്ല. അതായത് ഇനിയിപ്പോ ഒരു കാലൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ താഴേക്ക് വീഴുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ അടുത്ത കാലെടുത്ത് വെക്കുന്ന ആ സമയമായപ്പോൾ ഭയങ്കര ശബ്ദത്തിലൊരു വിളി എന്റെ അടുത്തേക്ക് വന്നു. ഭയങ്കര ശബ്ദം. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അനിയൻ കുഞ്ഞ്. അതിനുടനെ ഒറ്റ വിളിയാണ്, അനിയൻ കുഞ്ഞ്, എന്റെ അനിയൻ കുഞ്ഞു മോനെ ഒറ്റ വിളിയുടെ ശബ്ദം ഞാൻ കേട്ടു. ഈ ശബ്ദം കേൾക്കുകയും ഞാൻ ഉണരുകയും ചെയ്തു. ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് ആ പാരപ്പറ്റിന്റെ സൈഡിൽ നിൽക്കുകയാണെന്ന് ഒരു സ്റ്റെപ്പൂടെ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീഴുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഭയന്നുപോയി. ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും കാണുന്നില്ല. ഞാൻ പേടിച്ച് ഞാൻ റൂമിലേക്ക് പോയി. അതിനുശേഷം ഞാൻ ആ ആഴ്ച തന്നെ ആ വെള്ളിയാഴ്ച ഞങ്ങൾ മിക്കവാറും വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന സമയത്ത് മമ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ബൈബിൾ സ്കൂളിലെ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. എന്നാൽ അവിടെ പക്ഷെ പതിവില്ല. മമ്മി ഒരിടം നിങ്ങളുടെ ബൈബിൾ സ്കൂളിൽ എത്ര നിലയുണ്ട്, എത്ര വലിപ്പമുണ്ട്? ഞാൻ പറഞ്ഞു മമ്മി 3 നില വലിപ്പമുണ്ട്, വലിയ ഉയരത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മമ്മി ഞാൻ ചോദിച്ചു മമ്മി അങ്ങനെ ചോദിക്കാൻ കാര്യം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിൽ ഒരു 12 മണിയായ സമയത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല. അന്നേരം ഉടനെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അന്നേരം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. ആ കെട്ടിടത്തിന്റെ ആ വശത്തേക്ക് ഇങ്ങനെ നടന്നു വരിക. ഇനി ഒരു കാലൂടെ എടുത്തു വെച്ചാൽ നീ ആ താഴേക്ക് വീഴുന്ന അവസ്ഥയിലാണ്.
അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. എൻ്റെ അനിയൻ കുഞ്ഞു മോനെ എന്നൊരു ഉറക്കെ ഒരു വിളിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണരുകയും ചെയ്യുന്നു. ഞാൻ നിന്നെ ഈ ആഴ്ച കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയത്. എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്കറിയാം മമ്മിക്ക് ഇങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രയാസം അങ്ങനെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പ്രയാസമാകും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ കരഞ്ഞു. അതിനുശേഷം മമ്മിയോട് പറഞ്ഞു, മമ്മി ആ വിളി അങ്ങ് മണക്കാലെ വന്നെന്ന് പറഞ്ഞു. അങ്ങ് മണക്കാലെ ഞാൻ ഇത് തന്നെ സംഭവിച്ചു. അറിയാതെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഉടനെ ആ ലാസ്റ്റ് മൊമെന്റിൽ ഇതേപോലെ ഭയങ്കരമായിട്ട് എൻ്റെ അനിയൻ മോനെ ഒരു വിളിച്ചു. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ കരഞ്ഞു. കാരണം ആ മാതാവ് അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ അനുസരണയോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ താഴേക്കിരുന്ന് മുട്ടിന്മേൽ ഇരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാൻ പോയി. പഴയ ഉണ്ടായതായ അനുഭവത്തിൽ പോലെ തന്നെ ഇതിനകത്തൊരു അനുഭവം ഉണ്ടായത്, ഞാൻ അവിടെ നിൽക്കുന്നതായ സമയത്ത് എന്റെ പുറകിൽ ഒരു കറുത്ത രൂപം, പൈശാചിക രൂപം എന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. അതെന്നെ തള്ളിയിടാൻ വേണ്ടി എന്നെ തള്ളിയിടാനുള്ള പൈശാചിക പദ്ധതിയെ വലിയ കർത്താവ് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊടുക്കുന്നതായ ഒരു മാതാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആ വിളിയുടെ ശബ്ദം അതായത് മണക്കാലെ കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഏതാണ്ട് 17 മൈൽ ദൂരത്ത് ഉള്ളതായ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വചനം ആ വേട് വരുവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ പ്രശ്നങ്ങൾ കടന്നു വരികയോ ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ മുട്ടിന്മേൽ ഇരിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരുപക്ഷെ നമുക്ക് വ്യക്തമായ കാഴ്ച കണ്ടില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി മറുപടിക്കൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സഭയിലായിരിക്കാം, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തായിരിക്കാം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടത്. പക്ഷെ എന്നാൽ ആ സമയത്ത് ഒറ്റ കാര്യമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്, അനുസരണയോടുകൂടെ ബാക്കിയുള്ള കാര്യങ്ങളെ ചിന്തിക്കാതെ. അത് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഉറക്കഗുളി കഴിച്ച് ഉറങ്ങാൻ ശ്രമിക്കാതെ, അതല്ലെങ്കിൽ ഉറക്കം വരുന്നില്ലല്ലോ എന്നോർത്ത് പരിഭവപ്പെടാതെ ആ സമയത്ത് ദൈവസന്നിധിയിലേക്ക് താഴ്ന്നിരുന്ന് സ്തോത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, ദർശനമുള്ളതായ ഒരു മാതാവ് അല്ലെങ്കിൽ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥലം നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വിവിധമായ അനുഭവങ്ങളാൽ ദൈവം നമ്മളെ നടത്തുന്നതല്ലോ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി 1-2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കാണുന്നതായ ഒരു പദപ്രയോഗമാണ് ജയിക്കുന്നവൻ. അതായത് 2:26 ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, ജയിക്കുന്നവന്. ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ്. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ജയിക്കുന്നവർ 2 മരണത്താൽ ദോഷം ഉണ്ടാകുകയില്ല. അപ്പോൾ അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ എന്തിനൊക്കെയാണ് നമ്മുടെ വിജയം നമുക്ക് നേടേണ്ടത്? നമുക്ക് പ്രധാനമായി നമുക്കറിയാം, ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ജയം നേടേണ്ടതുണ്ട്. എന്നാൽ അത് മാത്രം നമ്മൾ ആ ഒരു കാര്യം മാത്രത്തിലല്ല സ്തോത്രം നമ്മൾ ജയം നേടേണ്ടത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങളെ നമ്മൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇന്ന് അതിന് ആധാരമായിട്ട് നമുക്ക് വാക്കുകൾ വായിക്കാം. 2 കൊരിന്ത്യർ 2 അധ്യായം 2 കൊരിന്ത്യർ 2:14-15 വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അന്നേരം ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവർ. ഇതിന് ഈ പറയുന്നതായ ഭാഗത്തിന് ആ സമയത്തുണ്ടായിരിക്കുന്ന ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെയും
ആ യുദ്ധത്തിൽ ലഭിക്കുന്ന ഈ വിജയത്തിന്റെ ഒരു പശ്ചാത്തലം കൂടെ അവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഒരു രാജ്യം യുദ്ധത്തിന് പോയി കഴിയുമ്പോൾ ആ ജനങ്ങളൊക്കെയും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം യുദ്ധത്തിൻ്റെതായ അന്തിമ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ യുദ്ധം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് മുഴുവൻ ഭയങ്കരമായ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകും. അതേപോലെ നമുക്കറിയാം, യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ജനങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ഭാരത്തിലാണ് അവിടെ കഴിയുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വളരെ അങ്കലാപ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് മെസ്സേജ് ലഭിക്കുന്നു, നമ്മുടെ രാജ്യം ജയിച്ചു എന്നുള്ളതായ കാര്യം. രാജ്യം ജയിച്ച ആ വാർത്ത കേട്ട് കഴിയുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടി അവർ പെട്ടെന്ന് ആ രാജ്യം അലങ്കരിക്കാൻ തുടങ്ങും. ആ രാജ്യത്തിലെ മുഴുവൻ വാദ്യഘോഷങ്ങളും അത് മാത്രമല്ല അങ്ങനെയുള്ള നൃത്തവും ഡാൻസും ഒക്കെയും തെരുവീതികളിലേക്ക് എന്ത് ചെയ്യും, ജനങ്ങൾ ഇറങ്ങാൻ തുടങ്ങും. ജനങ്ങൾ ആവേശത്തോടെ. അത് മാത്രമല്ല, അത് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നതായ ഒരു പ്രത്യേക പരിമള തൈലവും മറ്റുമുണ്ട്, സുഗന്ധ ദ്രവ്യങ്ങളും മറ്റുമുണ്ട്. ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ടതിന് ശേഷമായിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ കത്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. കത്തിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായി ഇതിന്റെ പുക ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയരും. ആ പുക ഉയരുക മാത്രമല്ല സ്തോത്രം, ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ഈ സൗരഭ്യം ഈ ദേശമെല്ലാം ഇങ്ങനെ പരക്കും. അതിന്റെ ചിലപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ചിലപ്പോൾ ചില മൈലുകളോളം തന്നെ ഇതിന്റെ ഈ സൗരഭ്യം ഇങ്ങനെ പരക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ശത്രുരാജ്യത്ത് പോയതിനു ശേഷമായി യുദ്ധം ജയിച്ചു വരുന്നതായ ആ രാജ്യത്തെ രാജാവ്, അതേപോലെ രാജ്യത്തെ പടനായകന്മാര്, അതുപോലെ തന്നെ അവിടുത്തെ പട്ടാളക്കാര്, അവരൊക്കെയും എന്ത് ചെയ്യാണ്, ഇങ്ങനെ മടങ്ങി ആവേശത്തോടെ വരുന്നതായ സമയത്ത് ദൂരെ നിന്ന് ഈ മണം അവരെ ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങും. ഈ മണം കേൾക്കുന്നതായ സമയത്ത്, ഈ സൗരഭ്യം കേൾക്കുന്നതായ സമയത്ത് ഇവർക്ക് ഭയങ്കര ആവേശം ഉണ്ടാകും. കാരണം ഞങ്ങളുടെ രാജ്യത്തോടടുത്തു, ഇതാ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ പ്രജകൾ അവിടെ നൃത്തം ചെയ്തതായ കാര്യവും അവരുടെ സന്തോഷത്തിൻ്റെതായ വാർത്തകളുമൊക്കെയും ഇവരുടേതായ ആ ഒരു സൗരഭ്യത്തിൽ കൂടെ അവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതായ ആ രാജ്യത്തിലെ തടവുപുള്ളികളുണ്ട്, ആ രാജ്യത്തെ പട്ടാളക്കാരുണ്ട്, ആ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അനേകം ജനങ്ങൾ അവിടെ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും. അന്നേരം ഇവർക്ക് ഈ സൗരഭ്യം കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ഒരിക്കലും ആശ്വാസമല്ല ഉണ്ടാകുന്നത്, ഇവർക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്, ഇവർക്ക് ഭീതിയാണ് ഉണ്ടാകുന്നത്. കാരണം ഈ തെരുവീതികൾ, പണ്ട് കാലങ്ങളിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, ഈ തെരുവീതികളിൽ വലിയ കൈമരങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല വലിയ എക്സിക്യൂഷൻ സെന്ററുകൾ പോലെ അവരിങ്ങനെ അണിനിരത്തുവാൻ തക്കോണം ഇടയായിത്തീരും. അതിനുശേഷമായി ഈ ജനങ്ങളെ പരസ്യമായി അവിടെ നിർത്തിയതിനു ശേഷമായിട്ട് ഈ ആ രാജ്യത്തെ ജനങ്ങളുടെ മുൻപാകെ വെച്ചവര് എക്സിക്യൂഷൻ നടത്തും. അവരെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവരെ കഴുമരത്തിൽ തൂക്കും. അത് മാത്രമല്ല അവരെ ഹാങ് ചെയ്തിരിക്കുന്ന നൂറുകണക്കിന് കഴുമരങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഇവരെ പരസ്യമായി തൂക്കി ജനങ്ങളുടെ മുമ്പിൽ വിജയത്തിന്റെ അന്തിമമായിട്ട് ഇവർ ആഘോഷം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതിന്റെ നമ്മൾ വായിച്ചതായ 15-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ കാര്യം. അപ്പോൾ ഇവർക്കെന്താണ്, ഈ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് മരണത്തിലേക്കുള്ള വാസനയാണ്. പക്ഷെ എന്നാൽ ഈ ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, ഇത് ഇവർക്ക് ഒരുക്കുന്നതായ കാര്യം ഇവർക്ക് ജീവനിലേക്കുള്ളതായ വാസനയാണ്. എന്നാൽ ഇവിടെ പക്ഷേ എന്നാൽ അതിന് മുൻപത്തെ അപ്പോഴാണ് ഇവിടെ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകും. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് രണ്ട് വിഭാഗം ആൾക്കാരെ കാണാം. നമ്മൾ നോക്കിയാൽ ഒത്തിരി രാജ്യത്തിലെ ആൾക്കാരുണ്ട്, നിറങ്ങള്, വർഗങ്ങള്, ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ എന്നാൽ രണ്ട് വിഭാഗം ആൾക്കാർ മാത്രമേ ലോകത്തിലുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും. അതല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് ഉള്ളവരും, അതല്ലെങ്കിൽ പിശാചിന്റെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ളവരും. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. രണ്ട് വിഭാഗം ആൾക്കാർ മാത്രമേ ലോകത്തിലുള്ളൂ. അവരാണ്
ഒന്ന് കർത്താവിന്റെ കൂടെ ഉള്ളവര്, ഒന്ന് പിശാചിന്റെ കൂടെ ഉള്ളവര്. പിശാചിനെ നമുക്കറിയാം എന്താണ് വെച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം. പിശാചിന് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ വിധിയെക്കുറിച്ചും മറ്റും വെളിപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴൊക്കെ അന്തിമമായി പിശാചിന് വരാൻ പോകുന്നതായ കാര്യം അറിയാം. പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്നതായ സ്ഥലം നിത്യാഗ്നി, അതിലേക്ക് അവർ എറിയപ്പെടുവാൻ കോണം ഇടയായിത്തീരും. അപ്പോൾ തന്നെ നമുക്കറിയാം, മറുവശം നമുക്കറിയാം, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നതായ, കർത്താവിന്റെ വരവിലുള്ളതായ ആ പ്രത്യാശയിൽ മാത്രം ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലും അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുവാൻ കോണം ഇടയായി തീർന്നു. ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയെ നടപ്പി എന്ത് ചെയ്യാണ്, അവനിൽ വേരൂന്നിയും ആത്മീയ വർധനവ് പ്രാപിച്ചും ഉപദേശിച്ച് ഉറച്ചും സ്വോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. എന്നാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നതായ രണ്ടാമത്തെ വിഭാഗം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഉള്ളവര്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ജീവിതമാണ്. ദിവസം തോറും ആത്മീയ വർധന പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സ്തോത്രത്തിൽ കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം മുഴുവൻ അതിന് നിയന്ത്രിക്കുന്ന എന്താണ്? ആക്ച്വലി ആ കർത്താവ് തന്നെയാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ ഞങ്ങൾ ഈ താളത്തില് പലയിടങ്ങളിൽ പല പ്രയർ ഗ്രൂപ്പുകൾ നടത്താറുണ്ട്. ഞങ്ങളുടെ വീട് നടത്തുന്ന മീറ്റിങ്ങുകളെല്ലാം ഈ സമുദായക്കാരായിട്ടുള്ള വിശ്വാസികളുടെ ഭവനങ്ങളിലാണ്. അന്നേരം ഞങ്ങൾ അവിടെ ഉള്ളതായ പലരും, പലപ്പോഴും പലരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. വിശ്വാസത്തിലൊക്കെ വളരെയധികം ഉന്നത നിലവാരം പുലർത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു തമ്പിച്ചാരൻ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് 97 വയസ്സുള്ള ഒരു മാതാവാണ്. അങ്ങനെ ഈ മാതാവിനെ കാണാൻ പോയി. അന്നേരം കുളിച്ച് നല്ല സുന്ദരിയായിട്ട് അമ്മച്ചി അവിടെ ഇരിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ അമ്മച്ചിയോട് പറഞ്ഞു, 97 വയസ്സായെങ്കിലും ആ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ ശോഭിക്കുന്ന ഒരു മുഖമാണ്. വളരെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പോലെ വളരെയധികം ശോഭിക്കുന്ന ഒരു മുഖം കണ്ടറിയാം. ഞാൻ അമ്മച്ചിയോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആദ്യം കണ്ടപ്പോൾ അമ്മച്ചി കുളിച്ചുള്ള സുന്ദരിയൊക്കെ ആയിരിക്കുന്നല്ലോ പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്താ കല്യാണം ആലോചിക്കാനാണോ? എനിക്ക് തമാശയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. കാരണം അത്രയും ഒരു നല്ല ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് അൽസൈമേഴ്സിന്റെ പ്രയാസമുണ്ട്. ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ, അതുപോലെ ഡിമെൻഷ്യയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകും, ഇടയ്ക്ക് വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു. അന്നേരം എന്നോട് പറഞ്ഞു, അവിടെ ഇരിക്കുമ്പോഴും ഇങ്ങനെ പഴയ പാട്ടുകളും പഴയ ദൈവന ഭാഗങ്ങളും ഒക്കെയാണ് ഈ അമ്മച്ചി പറയുന്നത്. അന്നേരം ഈ തമ്പിച്ചാൻ എന്നോട് പറഞ്ഞു, അമ്മച്ചിക്ക് ചില സമയത്ത് അമ്മച്ചിക്ക് ഈ കംപ്ലീറ്റ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ബോധം അങ്ങ് പോകും, ബോധം മറയും. ബോധം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ എന്തൊരു ബോധം പറയുമ്പോൾ എന്താ എന്തിനൊക്കെ വിളിച്ചു പറയൂ? അതേപോലെ ഒന്നുമില്ല. ആക്ച്വലി അമ്മച്ചി ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. പഴയ കൊച്ചുവയസ്സോടെ പഴയ പാട്ടുകളും അതേപോലെ ദൈവത്തിന്റെ വചനമൊക്കെ ആ സമയത്ത് പുറത്തു വരുമെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഈ പുള്ളിക്കാരുടെ ബോധം ഉള്ള സമയത്ത് പുള്ളിക്കാർ സംസാരിക്കുന്ന മുഴുവൻ ഈ പാട്ടും പിന്നെ ദൈവവചനങ്ങളൊക്കെയാണ്. ബോധം മറഞ്ഞു എന്ന് ഉള്ള സമയത്തും പുള്ളിക്കാർ ചെയ്യുന്നത് ഈ വചനം ഇങ്ങനെ പുറത്തേക്ക് വരിക, ദൈവവചനം. അത് മാത്രമല്ല പാട്ടും ഇങ്ങനെ വരിക. അന്നേരം ആ സമയത്ത് നമ്മൾ പറയുന്നതിനനുസരിച്ച് അല്ല ഈ കോർഡിനേഷൻ നടക്കുന്നത്. നേരത്തെ പാട്ട് പാടുമ്പോൾ ഉടനെ കൃത്യമായിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും. പക്ഷെ എന്നാൽ ഈ ഡിമെൻഷ്യ വരുമ്പോൾ, ഈ ഒരു രോഗം ഇത് വരുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? ഈ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഉടനെ അമ്മച്ചി ബൈബിൾ അനേക പഴയ പാട്ടുകളും അതേപോലെ ദൈവവചനവും. ഞാൻ എനിക്ക് അതിശയമായി പോയി. ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഈ ബോധം പോയി കഴിയുമ്പോൾ ആൾക്കാർ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. കാര്യം നമ്മുടെ ഈ മേളിൽ തൊട്ടിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാൾ മനുഷ്യനോടൊരു പകയുണ്ടെന്ന് കരുതുക. അങ്ങനെ ആ പകയുള്ള വ്യക്തി, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 4 ദിവസം ഒരു ഉപദേശി വന്ന് താമസിച്ചു. പാസ്റ്ററേയോ ദൈവവാസം വരുന്നത് എത്രയോ സന്തോഷമാണ്, എത്രയോ ആനന്ദമാണ്, പാസ്റ്റർ തീർച്ചയായിട്ടും വന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണെന്നെല്ലാം പറയുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്ച്വലി പാസ്റ്ററിനെ ഷെഡ്യൂൾ തെറ്റി വേറൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ അവർക്കെന്തോ അസൗകര്യമായി കഴിഞ്ഞു. പിന്നെ ഒരാഴ്ചയും കൂടെ താമസിക്കേണ്ടി വരും. ഒക്കെ കുഴപ്പമില്ല, 4 ദിവസം കൂടെ 10 ദിവസം കൂടെ അതിലേക്ക് താമസിക്കേണ്ട അവസ്ഥ പാസ്റ്ററിനെ കുഴപ്പമില്ല. അന്നേരം ഉടനെ എന്ത് ചെയ്തു? പതുക്കെ ഒരു മടുപ്പുണ്ടാകും. അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആക്ച്വലി നമുക്കിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവരാണല്ലോ ഈ നമ്മുടെ ഈ ചിലപ്പോഴൊക്കെ നമുക്ക് പ്രയാസമുണ്ടാവും. വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ടു ആദരിച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഉടനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ നാട്ടിലോട്ട് വിളിച്ചു. ആരോട് ചോദിച്ചു എന്തുകൊണ്ട് താമസമൊക്കെ?
എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചൂടാക്കിയൊക്കെ കഴിച്ചോണ്ടൊക്കെ ഇരിക്കുക. ആക്ച്വലി അങ്ങ് മടുത്തു. ഇതിങ്ങനെ എന്ത് ചെയ്തു, ഓവർഹെഡ് ചെയ്തു. ആരാ? പുള്ളിക്കാരി അപ്പുറത്ത് ഇരുന്ന് വീട്ടിൽ താമസിപ്പിച്ച് വീട്ടിൽ പിന്നെ ആ സഹോദരി വളരെ ഉത്സാഹത്തോടെയൊക്കെ സ്വീകരിച്ചാണെങ്കിൽ ഓവർഹെഡ് ചെയ്തു. വീട്ടിലെല്ലാം ഒരു ഗുണമൊന്നുമില്ല, എല്ലാം ഒരുമാതിരി ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെച്ചുള്ള ആക്ച്വലി പെട്ടെന്ന് എന്തോ ഉണ്ടാവുന്നത്. ആക്ച്വലി പെട്ടെന്ന് മനസ്സിലേക്ക് പിന്നെ വരുന്നത് ഇതങ്ങ് മനസ്സിലങ്ങ് അടിയും. എവിടെ ലാസ്റ്റ് ആ ബോട്ടം പാർട്ടി വന്ന് ഇതങ്ങ് കിടക്കും ഈ കേട്ടത്. പിന്നെ വരുമ്പോഴും ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ട് പാസ്റ്റർ പിന്നെ ആഹാരം എന്താ വേണ്ടത്, ചായ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എവിടെ കിടപ്പുണ്ട്? ഈ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടാക്കി. അന്നേരം ഇങ്ങനെ അവിടെ കിടക്കുക. കിടന്നതിന് ശേഷം ഉടനെ ഒരു പക്ഷേ ഇങ്ങനെ എന്തോ പറഞ്ഞു വന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോകാൻ നേരോ എടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് സഹോദരി ആ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് അറിയാമായിരുന്നു പാസ്റ്റർ, എന്റെ വീട്ടിൽ ഒന്നും കൊള്ളത്തില്ലെന്നുള്ള കാര്യമൊക്കെ. പെട്ടെന്ന് എന്താ ആക്ച്വലി ഇത് പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ കാര്യം എന്താണ്? ഈ ഫാമിലിയിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്, പുറത്ത് വരാൻ തുടങ്ങുന്നത്. അന്നേരം ഞാൻ ഈ അമ്മച്ചിയുടെ കാര്യം ചിന്തിക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ദൈവവചനം കിടക്കുക. ഉള്ളി മുഴുവൻ കിടക്കുന്ന കർത്താവിനോടുള്ളതായ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയാണ് ആക്ച്വലി. ഈ തമിഴൻ പറയാണ്, ചെറിയ പ്രായത്തിൽ വളരെ യങ്ങായിട്ടുള്ള സമയത്ത് ദൈവവചനം നിർബന്ധമായും പഠിപ്പിക്കുമായിരുന്നു. ദൈവത്തിന്റെ വചനങ്ങൾ പഠിപ്പിക്കുകയും ആ ഒരു കാര്യത്തിൽ മാത്രം തുടർന്നു ആ ഉപബോധ മനസ്സിനകത്ത്, ആ തലച്ചോറിന്റെ അകത്ത് പറ്റി പിടിച്ച് കിടക്കുന്ന മുഴുവൻ എന്താണ് ആക്ച്വലി? അതാണ് വചനത്തിൽ വേരൂന്നി കിടക്കുകയാണ്, അതിനകത്തുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുക. ഇനി പുള്ളിക്കാരനെ ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും ഏത് സമയത്ത് ചോദിച്ചാലും പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ദൈവമക്കളെ, അതൊരു ജയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തി ജീവിതമൊന്നുമല്ല, അതല്ലെങ്കിൽ നമ്മുടെ ശക്തി ഒന്നുമല്ല. ആക്ച്വലി നമ്മുടെ ഉള്ളിൽ ഏതിൽ അടിസ്ഥാനപ്പെട്ട ഏതിൽ വേരൂന്നി കിടക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചു വരാം, നമുക്ക് വായിച്ചതായ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നത് എന്താണ്? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമ്മളായിരിക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മുടെ സഭയിലായാലും നമ്മുടെ സമൂഹത്തിലായാലും രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് ആരാണ്? രക്ഷിക്കപ്പെടുന്നവര്. അതേപോലെ രണ്ട് എന്ത് ചെയ്യാണ്? നശിച്ചു പോകുന്നവര്. കാരണം നമുക്ക് നശിച്ചു പോകുന്നവരെ കുറിച്ച് നമുക്ക് വളരെയധികം കൺസേൺ ഉണ്ട്, അവരെ കുറിച്ചുള്ളതായ ഭാരം നമുക്കുണ്ട്. പക്ഷെ എന്നാൽ തീർച്ചയായും ഒരു കാര്യം ഇതാണ്, അവർ കർത്താവിന്റെ വചനം അംഗീകരിക്കാത്തത്തോളം കാലം, കർത്താവിനെ പിൻപറ്റാത്തത്തോളം കാലം അവരറിയാതെ തന്നെ സാത്താന്റെ രാജ്യത്തിന്റെ ഭാഗമായി അവർ നിലകൊള്ളുകയാണ്. പക്ഷെ എന്നാൽ ഈ രണ്ടു പേരുടെയും ഇടയിൽ കർത്താവ് നമ്മളെ ജയോത്സവമായി എങ്ങനെയാണ് നടത്തുന്നത്? ഇന്ന് രാവിലെ നമുക്ക് അല്പസമയം നമുക്ക് ആ ഭാഗം നമുക്ക് ചിന്തിക്കുന്ന കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തന്നെ മറ്റൊരു ഭാഗത്ത് എഴുതുന്നുണ്ട്, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:57 1 കൊരിന്ത്യർ 15:57 നമ്മൾക്ക് വായിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മളെ പിന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, അല്ലേ? 1 കൊരിന്ത്യർ 15:57 ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്നതായ ദൈവത്തിന് സ്തോത്രം. അതിന് മേളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? തൊട്ട് മേളിലെ വാക്യം വായിച്ചാൽ അതോട് വായിച്ച്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പാപത്തിൻ്റെതായ ആ അടിമത്തത്തിൽ നമുക്ക് ജയം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് കാണുന്നുണ്ട്. റോമാലേഖനം 8:34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. റോമാലേഖനം 8:34-39 വരെയുള്ള വാക്യം. ക്രിസ്തുയേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കടിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ 37 വാക്യത്തിൽ വായിച്ചു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 35 വാക്യത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്ന ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അങ്ങനെ ഏത് സാഹചര്യമാണെങ്കിലും ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണ ജയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ജയം എന്തിനു വേണ്ടിയാണ്? ജയം എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓരോ ജയവും നമ്മളെ നയിക്കുന്നത് അടുത്ത സ്റ്റേജിലേക്കാണ്. 1-ാം ക്ലാസ്സിൽ ജയിക്കുന്ന വിദ്യാർത്ഥി 2-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവന്റെ ബുദ്ധി വളരുകയാണ്, അവന്റെ പഠനത്തിന്റെ കാര്യങ്ങൾ വ്യത്യസ്തമാകുകയാണ് ഓരോ ക്ലാസ്സിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചുള്ളതായ കാര്യങ്ങൾ പിന്നെയും കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജയിക്കും തോറും കാഠിന്യം കുറയുകയല്ല, എന്ത് ചെയ്യാണ്? ജയിക്കും തോറും കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജയം കൊണ്ട് അവസാനിക്കുകയല്ല. കാരണം ജയം എന്ന് പറയുന്നത് ഒരു വലിയൊരു ദൗത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ജയിക്കാൻ തക്കവണ്ണം കഴിയുന്നത്? നമുക്കറിയാം, നമ്മളോട് തന്നെ പോരാടുന്നതായ അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ തന്നെ ഉണ്ട് പാപം. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് അടുത്ത് ചെല്ലേണ്ടി വന്നു. നമ്മുടെ അടുത്ത് അടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി എപ്പോഴും ഉണ്ട്. കാരണം ഈ നമ്മൾ വസിക്കുന്നതായ ഈ ജഡശരീരത്തിനകത്ത് എപ്പോഴും ആ പാപത്തിന്റെ വിത്ത് അവിടെ കിടക്കുകയാണ്. ആ പാപത്തിന്റെ വിത്തിന് ഏത് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പാപം ഇതിനകത്ത് പൊട്ടി കൊടുക്കുവാൻ്റെ ഇടയായിത്തീരും. ഇനി എത്ര അങ്ങനെ ഇല്ല, ഇനി അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകുകയില്ല എന്നുള്ള പറയുന്ന വ്യക്തികളും അവരവരുടെ സ്വന്തം കഴിവിലല്ല നിൽക്കുന്നത്. ദൈവം എന്ത് ചെയ്യാണ്? പത്രോസിനോട് പറഞ്ഞാൽ നമുക്കറിയാം. പത്രോസ് പലപ്പോഴും ക്ലെയിം ചെയ്യുമ്പോൾ കർത്താവ് എന്താ പറയുന്നത്? പത്രോസ്, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ സാത്താനെ അനുവദിച്ചില്ല. സാത്താൻ ചോദിച്ചത് പാറ്റേണ്ടതിനാണ് ചോദിച്ചത്. 3 വട്ടം പാറ്റേണ്ടതിന് സാത്താനിന് കർത്താവിനോട് അനുവാദം ചോദിച്ചു. പക്ഷെ സാത്താൻ കൊടുത്തില്ല. പക്ഷെ എന്നാൽ ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവം അനുവാദം കൊടുത്തു. ദൈവം അനുവാദം കൊടുത്തത് താൻ ദൈവത്തിന്റെ ഈ സഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പോലും താൻ വിട്ടു തിരികെയുള്ള കാര്യം. പക്ഷെ എന്നാൽ അവസാനം വായിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ പോലും ശരിയായ നിലയിൽ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നില്ല. ദൈവത്തെ തികച്ചും വ്യത്യസ്തമായി മനസ്സിലാക്കുവാനുള്ളതായ ഒരു നിലവാരത്തിൽ തന്റെ ജഡശരീരത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് സംസാരിക്കുമ്പോൾ മാത്രമായിട്ടാണ് താൻ മനസ്സിലാക്കിയത്, അയ്യോ ഞാൻ വെറും പുഴുവാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ചാരത്തിൽ കിടന്നുകൊള്ളാം എന്നുള്ള ആ ഒരു യോഗ്യത മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള റിയലൈസേഷനിലേക്ക് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഞാൻ എന്നെ തന്നെ വെറുത്ത് ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നതിന് കാരണം എന്താണ്? സോ ഫൈനലി ഹി കെയിം ടു ദ റിയലൈസേഷൻ. ആ റിയലൈസേഷനിലേക്ക് താൻ വരികയാണ്. തന്നോട് തന്നെ തനിക്ക് വെറുപ്പുണ്ടാകാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്കറിയാം, നമ്മുടെ ശത്രു വേറെ ആരുമല്ല. നമുക്ക് നമ്മൾ വിചാരിക്കും ഇന്നാരും ഒക്കെ ആയിരിക്കും ശത്രു എന്ന് വിചാരിക്കാറുണ്ട്. പിശാച് കൂടി രണ്ടാമതേ വരുന്നുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ഈ ജഡശരീരത്തിനകത്ത് തന്നെ പാപത്തിന്റെ വിത്ത് കിടക്കുകയാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് നമ്മൾ അവന്റെ ശരീരത്തോട് നമ്മൾ അതേപോലെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവനെ കാണുമ്പോൾ അവനെ തന്നെ അവനെ താൻ ഇരിക്കുന്ന പോലെ കാണുന്നവരാകുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. അന്നേരം ആ ഒരു സ്റ്റേജ് വരെയും എന്തോ ഉണ്ട്, നമുക്കൊരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ഫൈറ്റ് നമുക്ക് ഉണ്ടാക്കിയത്. ആ ഫൈറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമുക്ക് ജയിക്കാൻ തക്കവണ്ണം കഴിയണം. നമുക്ക് കർത്താവ് ദാസൻ രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ജയിക്കുവാൻ പറ്റിയതായ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതായ കാര്യം, ദൈവവചനം പഠിക്കുന്നതായ കാര്യം, അത് ജയിക്കുവാനുള്ള കാര്യമാണ്. അതേപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാര്യമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം പിശാചിന് ഏറ്റതായ വലിയ ഒരടിയായിരുന്നു. അവന്റെ തലയെ തകർത്തതായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നതായ കാര്യം കൂടെ നമ്മളിത് പറയുന്നത് പലപ്പോഴും നമുക്കറിയാം. ഈ പ്രത്യേകിച്ച് ബ്രദറൻ സഭകളും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ പെന്തക്കോസ്തുകാരെ കളിയാക്കാറുണ്ട്. രക്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, കർത്താവ് രക്തം കൊണ്ട് പൊതിയിടം, രക്തം കവറിയിടം, യേശുവിന്റെ രക്തത്താൽ ജയം എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണ്?
കാരണം പിശാച് ഒരിക്കൽ പരാജയപ്പെട്ടതാണ്. അപ്പോൾ പരാജയപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതാണ്. അതപ്പോഴും അവന് കേൾക്കുന്ന എപ്പോഴും എന്താണ്? എപ്പോഴും അവന് പിന്നെ അനവസരം സൃഷ്ടിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ പഴയ മാതാപിതാക്കളും ഒക്കെ ആവർത്തിച്ച് എപ്പോഴും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ജയം 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 എന്നുള്ളതായ കാര്യം പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയാലും ദൈവവചനത്താലും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്ക് ജയം നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഒരു പരിധി വരെ മാത്രമേ ആകുന്നുള്ളൂ, ഒരു ലെവലിലേക്ക് മാത്രമേ നമ്മൾ ആകുന്നുള്ളൂ. പക്ഷെ നമ്മൾ വിശ്വാസ ജീവിതത്തിന്റെ അടുത്ത ലെവലിലേക്ക് ഒരു പട്ടാളക്കാരനെ ഒരു പട്ടാളത്തിലേക്ക് തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി പിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അവന് നിയോഗം ഏൽപ്പിക്കുന്നത്. ആ നിയോഗത്തിന്റെ മുൻപിൽ എന്ത് ചെയ്യണം? ആ നിയോഗത്തിൽ അവൻ വിശ്വസ്തനായിരിക്കണം. അതിൽ വിജയിക്കുന്നതിനാണ് ആ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എറണാകുളത്തും മറ്റും പണ്ട് ഈ പിന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് 25,000 35,000 ആൾക്കാരൊക്കെ സ്റ്റേഡിയത്തിൽ വരാറുണ്ട്. പക്ഷെ ഇത്രയും പേര് സ്റ്റേഡിയത്തിൽ വന്നാൽ ഇത്രയും പേരെ തെരഞ്ഞെടുക്കാറില്ല. അവിടെ ചില ക്രൈറ്റീരിയകൾ അവരിൽ വെക്കുകയാണ്. അതൊക്കെ പറയും എത്ര ഹൈറ്റ് വേണം, അതുപോലെ എത്ര വെയിറ്റ് വേണം, എത്ര നെഞ്ചളവ് വേണം. അത് മാത്രമല്ല, അതിനുശേഷം ഉടനെ അവരെ ഫിസിക്കൽ നോക്കും, അവരെ ഓട്ടവും ചാട്ടവും എല്ലാം നോക്കും, പിന്നെ അവരുടെ ബുദ്ധി ഐക്യ പരിശോധിക്കും. അങ്ങനെ ഓരോ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്ത് ചെയ്യുന്നു? ആ നമ്പർ വളരെ നാരോ ആകുന്നു. ആ 25,000 അല്ലെങ്കിൽ 35,000 എന്ന് പറയുന്ന നമ്പർ നേരെ ഒരു 1,000-ഓ 2,000-ഓ ആയിട്ട് ഒരു പക്ഷെ മാറിയേക്കാം. അന്നേരം ഈ 1,000-ഓ 2,000-ഓ ആയി വന്നു അവർ സെലക്ഷൻ കിട്ടി. അന്നേരം സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയം കംപ്ലീറ്റ് ആയി എന്ന് അർത്ഥമില്ല. ജയം കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ കൊണ്ടതിന് ശേഷം ഉടനെ അവിടെ വന്നതിന് ശേഷം പിന്നെ അപ്പോയിന്റ്മെന്റ് നടക്കുകയാണ്. അതിന് ആദ്യത്തെ ഒരു 6 മാസത്തോളം റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. ഭയങ്കര അവരെ ഏതൊക്കെ മാനസികമായും ശാരീരികമായും ഒക്കെ അവരെ തളർത്തി കളയുന്നതായ പല സെനാരിയോസ് അവർ സൃഷ്ടിക്കും. അവർ സെനാരിയോസ് സൃഷ്ടിച്ചതിന് ശേഷം ഉടനെ അതിനകത്ത് എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അവരെ എന്ത് ചെയ്യും? പരിശോധിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു സെനാരിയോയിൽ കൂടെ കടത്തിവിട്ട് അതിലവർ വിജയിച്ച് കഴിയുമ്പോൾ മാത്രമേ അവരെ റെസ്പെക്റ്റബിൾ ഏരിയാസിൽ, അതായത് ഏതൊക്കെ നിലകളിൽ അവരെ ആക്കണമോ ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഓഫീസ് പിന്നെ പൊസിഷനിലേക്ക് അവരെ എന്ത് ചെയ്യത്തുള്ളൂ, നിയമിക്കത്തുള്ളൂ. ഇപ്പൊ ചില ആൾക്കാരെ വയർലെസ്സിന്റെ ഓപ്പറേറ്റർ ആക്കും. ഒരുപക്ഷെ ചില ആൾക്കാരെ അതിനകത്ത് സൈന്യത്തിന് അംഗങ്ങളാക്കി മാറ്റും. ഒരുപക്ഷെ അവര് ഷെഫായിട്ടാക്കുന്നവരുണ്ട്. ഏതാളാണെന്നുണ്ടെങ്കിലും മിലിറ്ററിയിലുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം കുശിനിക്കാരനായാലും അവൻ ഷെഫായാലും അവന് പിന്നെ അവിടെ ഗാർഡനിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും ഒരുപക്ഷെ പട്ടാളക്കാരന്റെ ഷൂസ് തുടയ്ക്കുന്നവനാണെങ്കിലും എല്ലാവരും ട്രെയിൻഡ് ആൾക്കാരാണ്. എല്ലാവരും പട്ടാളത്തിൽ ട്രെയിൻഡ് ആൾക്കാരാണ്. ഏത് സമയത്തും ഒരു യുദ്ധം വന്നാൽ ആ യുദ്ധത്തെ ഫേസ് ചെയ്യാൻ തക്കവണ്ണം അവർ അലർട്ടാണ്, അവർ റെഡിയാണ്. അങ്ങനെ കുശിനിക്കാരനും എന്തുകൊണ്ട് അവനും ഗണ്ണ് പ്രയോഗിക്കാൻ അറിയാം. അവരെപ്പോഴും പ്രയോഗിച്ചില്ലെങ്കിലും അവന് ജോലി കുശിനിയിൽ അടുക്കളപ്പണിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഷൂസ് കൊടുക്കുന്ന ആളാണെങ്കിൽ ആ പണിയാണ് ചെയ്യുന്നതെങ്കിലും അയാളും അലർട്ടാണ്, റെഡി. എന്തിനു വേണ്ടിയാണ്? ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ജയത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഏറിയതാണ്. കാര്യം എന്ത് ചെയ്യുക? പട്ടാളത്തിൽ കയറി കഴിഞ്ഞു, സെലക്ഷൻ ആയി കഴിഞ്ഞു. ഇനി സെലക്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഇനി നമുക്ക് റിട്ടയർമെന്റിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണോ? നമുക്കറിയാം റിട്ടയർമെന്റിന്റെ കാര്യം. ആക്ച്വലി നമുക്ക് നിത്യതയും കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയും കർത്താവിനോടുള്ള വാസവും ഒക്കെ ആക്ച്വലി കർത്താവിനോട് കൂടുള്ളത് റിട്ടയർമെന്റ് പാക്കേജിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഉടനെ ഞാൻ വേറെ ജോലി ഒന്നും ചെയ്തില്ല, സെലക്ഷൻ ആയി കഴിഞ്ഞു. ഇനി സെലക്ഷൻ ആയി കഴിഞ്ഞ് റിട്ടയർമെന്റ് മാത്രം മതി, നിത്യത മാത്രം മതി, അല്ലെങ്കിൽ സ്വർഗം മാത്രം മതി എന്നാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നോ. അതിനുശേഷം ഈ ജയാളിയാകുന്നത് എങ്ങനെയാണ്? അനുദിന ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? യുദ്ധത്തിനുള്ളതായ പുറപ്പാടിലാണ്. അതാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ സർവായുധ വർഗ്ഗങ്ങളെ എടുത്തുകൊള്ളുക. സർവായുധ വർഗ്ഗങ്ങൾ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ സമയത്താണ്ടേക്കല്ല, നേരത്തെ തന്നെ അതിനുവേണ്ടിയുള്ള എക്വിപ്മെന്റ്സ് എടുക്കുന്നു. ഈ US മറീൻസിനെ കുറിച്ചും മറ്റും ഞാൻ കേട്ടത് ഏതാണ്ട് അവരുടെ തൂക്കത്തിനനുസരിച്ചുള്ള ഏതാണ്ട് തൂക്കത്തിന്റെ പകുതിയോളം വെയിറ്റ് അവർക്കുണ്ട്. 10, 50, 70 പൗണ്ടൊക്കെ സാധനമൊക്കെ അവരുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി അവർ റെഡിയാക്കി വെച്ചിരിക്കുക. കാരണം ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും അവർക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന രീതിയിലാണ് അവരെ ആ ആയുധങ്ങൾ വെച്ച് അവർ എക്വിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവമക്കളെ നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മൾ ജയാളികളാകണം.
നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കണം. ആ പൂർണ്ണ ജയം എപ്പോഴും വരെയാണ് പ്രാപിക്കുന്ന എന്തൊക്കെയാണ്? ഓക്കെ, രണ്ട് കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയാം. നമ്മൾ ആ ജയം നേടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ കൂടുതൽ പേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ കുറിച്ചെല്ലാം നോക്കിയാൽ പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലയാളികളോട് ചോദിച്ചിട്ടുള്ളതായ ഒരു ചോദ്യം ഇതായിരിക്കും, എന്താണ്, വൈഫ് നേഴ്സാണോ എന്നായിരിക്കും. ഞാൻ പലപ്പോഴും എഴുതാറുണ്ടാക്കി, വൈഫ് ഒന്നാമത്തെ എവിടെ ജോലി? ഓക്കെ, വൈഫ് നേഴ്സാണ്. കാരണം രണ്ടാമത്തെ ചോദ്യം അതായിരിക്കും. കാരണം അത്രയ്ക്ക് നമ്മുടെ ഇടയിൽ ആരുണ്ട് ദൈവം അനുവദിച്ച് ഹെൽത്ത് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നതായ അല്ലെങ്കിൽ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നതായ പ്രിയപ്പെട്ട ഈ സഹോദരിമാരെ കാണാൻ തക്കമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുക, ഇവർ രാവിലെ പിന്നെ ഇവരൊക്കെ ഒരു ജോലിക്ക് വേണ്ടി അവരെ നിയമിച്ചു. ജോലിക്ക് വേണ്ടി നിയമിച്ചതിന് ശേഷം ഉടനെ അവർ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ ഏത് പാർക്കിങ്ങിലോട്ട് ഒരു കാർ പാർക്ക് ചെയ്യണം. ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് നിറം കാണും. ചിലപ്പോൾ വെള്ള നിറമുള്ളത് അല്ലെങ്കിൽ ബ്ലൂ നിറമുള്ളത് അവിടെ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അവർക്ക് ധരിക്കേണ്ടതായിട്ടുള്ള എന്തുകൊണ്ട് ഒരു സ്ക്രബുണ്ട്, അല്ലെങ്കിൽ ധരിക്കേണ്ട വസ്ത്രമുണ്ട്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുരിദാറോ അല്ലെങ്കിൽ സാരി ഒന്നും എടുത്ത് വരാൻ പറ്റത്തില്ല. പിന്നെ അതിനുശേഷം ഉടനെ അകത്ത് വന്നു കഴിയുമ്പോൾ ഉടനെ അവിടെ കുറച്ച് എന്ത് ചെയ്യാണ്ട് കുറെ ടൈം വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അത് എന്ത് ചെയ്യണം അവരുടെ ഈ പിന്നെ ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ജോലി. പാർക്ക് ചെയ്യുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂണിഫോമിട്ട് വരുന്നതോ ഞാൻ ആ ടൈമിൽ വരുന്നതോ പിന്നെ ആ കാര്യങ്ങളല്ല എൻ്റെ ജോലി. അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതൊന്നും അല്ല എൻ്റെ ജോലി. പക്ഷേ എൻ്റെ ജോലിയുടെ ഒരു വശമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി വരുമ്പുറത്തൂടെ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ ജോലി എന്താണ്? അവിടേക്ക് വന്നു കഴിയുമ്പോൾ ഉടനെ ഒരു 4 പേഷ്യന്റ് അല്ലെങ്കിൽ 6 പേഷ്യന്റ് അങ്ങനെ പേഷ്യൻസിനെ വെച്ചിട്ടുണ്ട്. ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം. അവരുടെ കാര്യങ്ങൾ നോക്കണം. അവർക്ക് സമയാസമയങ്ങളിൽ മരുന്നുകൾ പിന്നെ കൊടുക്കണം. പിന്നെ അവരുടെ ഹെൽത്തിന്റെ കാര്യങ്ങൾ നോക്കണം. ഈ പല കാര്യങ്ങളെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് അവരുടെ ജോലി. അവർക്ക് ശമ്പളം ലഭിക്കുന്ന ഇതിനു വേണ്ടിയാണ്, ആ കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ ജോലിയിലേക്ക് വരുമ്പോൾ ഉടനെ ഞാൻ ഉഴപ്പാണ്. എന്താണ് പ്രയോജനം? നമ്മുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതായ കടന്നു പോകുന്ന ഒരു മേഖലയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നമ്മൾ വിജയാളികളായി തീരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഏറ്റവും പരമപ്രധാനമായ കാര്യം ആ കാര്യമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജോലിയിൽ വളരെ വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോകുന്നു വരുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ദൈവം എനിക്ക് തന്നിരിക്കുന്നത്? കർത്താവ് നേരത്തെ സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്. അവൻ കാലങ്ങളെയും അതിരുകളെയും സമയങ്ങളെയും എല്ലാം നിയമിച്ചിരിക്കുകയാണ്. ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങളെ പ്രത്യേകം നിയമിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഇരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, പ്രവചനത്തിൽ വായിക്കുമ്പോൾ 27-ാം അധ്യായത്തിൽ ഇരമ്യാവ് ജനത്തോട് അറിയിക്കുന്ന ആലോചനയിൽ പറയുന്നതായ കാര്യം എന്താണ്? എന്റെ ദാസനായ നെബൂഖദ്നേസറിനെ ഞാൻ വരുത്തിയതിനു ശേഷം ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നവർ എന്റെ ദാസനായ നെബൂഖദ്നേസറിനെ വരുത്തുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നിങ്ങൾ അവനോട് നിന്ദ ചെയ്യരുത്, മത്സരിക്കരുത്. നിങ്ങൾ അവനോട് ചേർന്ന് നിൽക്കുക, അവനെ അനുസരിക്കുക. നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടാകത്തില്ല. ഞാനാണ് ഇവിടെ പറയുന്നത്. ഇതിന് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, ആ കാലം തികയോളം ശരിയാണ്, ആ കാലം തികയോളം നിങ്ങൾ അവനെ സേവിക്കും. ഒരു കാലം വെച്ചിട്ടുണ്ട്. ആ കാലം വരെ എന്ത് ചെയ്യണം? സേവിക്കണം. അപ്പോൾ നമ്മളിൽ വെച്ചിരിക്കുന്നതായ ചില കാലങ്ങളും സമയങ്ങളും ഒക്കെയാണ്. എപ്പോഴും നമ്മളെ ദൈവം എന്തിനാണ് വെച്ചിരിക്കുന്നത്? ദൈവം നമ്മളെ ജയാളികളായി ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്ത് ഓരോ ദിവസവും ഈ പ്രാർത്ഥനകളും ഈ കാര്യങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആരാധനകളും നമ്മൾ ദൈവം വായിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, എടുക്കുക, എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ്? ഒരൊറ്റ കാര്യത്തിന് വേണ്ടി. ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന ദൈവീകമായ പദ്ധതി എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. ആ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ കൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജയാളികൾ എന്ന് പറയുന്നത് നമുക്ക് ഫൈറ്റ് ഉണ്ട്. ലോകം, ജഡം, പിശാച്, ഈ മൂന്നിനോടുള്ള ഫൈറ്റ് നമുക്കുണ്ട്. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവൻ എപ്പോഴും ഫൈറ്റ് ഉണ്ട്. പാകിസ്ഥാന്റെ ബോർഡറിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ പട്ടാളക്കാരനെ, ഇന്ത്യയുടെ പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അലർട്ടാണ്, അവരെപ്പോഴും എക്വിപ്ഡ് ആണ്, എപ്പോഴും റെഡിയാണ്. അവനറിയാം ശത്രുവിനെ കുറിച്ച് എപ്പോഴും അവന് വലിയ ബോധ്യങ്ങളുണ്ട്. പക്ഷെ എന്നാൽ വലിയൊരു മിഷനിലേക്ക് വരികയാണ്, ഒരു വലിയൊരു മിഷന്റെ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മളെല്ലാം ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാം ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ദിവസം നമ്മളായിരിക്കുന്നത് ഓക്കെ, നമ്മുടെ പിന്നെ ഭൗതികമായ ചില ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം. ഇനി നമ്മളുടെ ആത്മീയമായ മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്.
ഇനി ഞാനൊരു കൃപാവരം പ്രാപിച്ച് 10 പേരുടെ 4 ആലോചനകൾ പറഞ്ഞ് അതല്ലെങ്കിൽ 4 കാര്യങ്ങൾ ബാക്കിയുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങൾക്കും, പക്ഷെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വാട്ട്സ് മൈ റോൾ, എന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷ എന്താണ്, എന്റെ ജീവിതത്തിൽ ദൈവമാക്കിയിരിക്കുന്ന ആ കാര്യം, ആ പ്രവൃത്തി എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ് അതിൽ ജയിക്കുകയും ചെയ്യണം. മാനേജറുടെ ഒരു ഓഫീസിൽ വന്നിട്ട് മാനേജറുടെ ജോലിയുണ്ട്. മാനേജർ വന്നതിന് ശേഷം ഉടനെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി, ആൾക്കാരെ എല്ലാം നിയന്ത്രിക്കുന്ന ജോലിയെല്ലാം വിട്ടതിന് ശേഷം ഉടനെ അദ്ദേഹം വന്ന് തറ ഉടയ്ക്കാനും അദ്ദേഹം വന്ന് തൂക്കാനും ഒക്കെ വന്ന് നമുക്ക് വളരെ എളിമപ്പെട്ട ഒരു ദേവദാസൻ, ഒരു ഓഫീസറാണ് അദ്ദേഹം. എന്ത് ചെയ്യുക, വളരെ എളിമയുള്ള ഈ മനുഷ്യനാണ്. അയാൾ ഏത് ജോലിയും ചെയ്യാൻ വളരെ താല്പര്യപ്പെട്ടു. അയാൾ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആ തറയെല്ലാം തുടക്കുകയും ആ ചൂലെല്ലാം എടുത്ത് എന്ത് ചെയ്യുക, തൂക്കുകയും ഒക്കെ ചെയ്ത് നല്ല കാര്യമാണ്. പക്ഷെ നിന്റെ മാനേജറിന്റെ ജോലി ചെയ്തോ? ഓക്കെ, വളരെ എളിമയും സാവകാശവും എല്ലാം നല്ലത് ആക്ച്വലി. പക്ഷെ ഡിഡ് യു ഡു യുവർ ജോബ്? നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോ? എന്നിട്ട് അവിടെ വരുമ്പോഴാണ് ആക്ച്വലി അയ്യോ ഞാൻ കണ്ടില്ല ഏറ്റവും നിസ്സാരമോ എളിമപ്പെട്ട ജോലി ഞാൻ ചെയ്തു. അത് കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മളെ വെച്ചിരിക്കുന്ന ഓരോ നിരകളുണ്ട്, നമ്മളെ വെച്ചിരിക്കുന്ന ഓരോ റാങ്കുകളുണ്ട്. ആ റാങ്കിൽ നമ്മൾ എന്തായി തീരണം? നമ്മൾ വിജയിക്കുമ്പോൾ മാത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭയോട് പറയുന്ന ഓരോ കാര്യങ്ങൾ ജയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നത് മുഴുവൻ ആ ഭാഗങ്ങളൊക്കെ റോമാ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും. ജയിക്കുന്ന വ്യക്തി കൊടുക്കുന്ന പ്രത്യേക ഡ്രസ്സുണ്ട്. ആ പ്രത്യേകിച്ച് അവരെ യുദ്ധത്തിലേക്ക് ജയിച്ച് ഒരു കാര്യത്തിലേക്ക് ജയിച്ചു കഴിഞ്ഞ് ആ റോമാ സാമ്രാജ്യത്തെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ ജയിച്ച ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് അവർക്ക് പ്രത്യേകിച്ചൊരു വെള്ള വസ്ത്രം അവർക്ക് കൊടുക്കും. ഒരു വൈറ്റ്, വളരെ മനോഹരമായ ഒരു വൈറ്റ് ഡ്രസ്സ് അവർക്ക് കൊടുക്കും. ഈ ഡ്രസ്സ് കൊടുത്ത് അവർ നിന്ന് കഴിയുമ്പോൾ ഈ ആൾക്കാരുടെ എല്ലാം മുൻപിൽ, അന്ന് വെള്ളവസ്ത്രം വേറെ ആർക്കും ധരിക്കാൻ അവകാശമില്ല, ഇവർക്ക് മാത്രമേ ഉള്ളൂ. അന്നേരം വെള്ളവസ്ത്രം ധരിച്ച ഒരുവനെ അവിടെ കണ്ടു കഴിയുമ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ ജനങ്ങൾക്കെല്ലാം അവനെ വലിയ സന്തോഷമാണ്. ആ വെള്ളവസ്ത്രധാരി അതുവഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നു കഴിയുമ്പോൾ ആൾക്കാർ പറയും ഇവൻ ജയിച്ചവനാണ്. വെളിപ്പാട് കർത്താവ് പറയും ഞാൻ ജയിക്കുന്ന ഒരു വെള്ള ഉടുപ്പ് കൊടുക്കും എന്ന് പറയുന്നതിന് അർത്ഥമെന്നാണ്. ഇവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും, ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമ്മൾ ജയാളികൾ ആകുന്നു എന്നുള്ളതായ ആ ഒരു റിയാലിറ്റിയിലേക്ക് എന്ത് ചെയ്യണം, വരണം. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവ് രാവിലെ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ജോൺ വെസ്ലിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന് 10 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ജോൺ വെസ്ലിയുടെ അമ്മ എപ്പോഴും പറയുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പാസ്റ്ററോട് പറയും, പാസ്റ്ററെ എനിക്ക് സുവിശേഷ വേലയ്ക്ക് വിളിയോ. അവർ ജോൺ വെസ്ലിയുടെ ഫാദറും ഭർത്താവും പാസ്റ്ററായിരുന്നു, മിഷണറി ആയിരുന്നു. അന്നേരം ഈ സ്ത്രീ പറയും, എന്നെ ചെറുപ്രായത്തിലേ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ, പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. അന്നേരം ഇവർക്ക് 10 മക്കളാണ്. പക്ഷെ ജോൺ വെസ്ലി ജോൺ വെസ്ലിയുടെ മാതാവിന്റെ സഹോദരങ്ങൾ 10 പേര് സുവിശേഷ വേലയാണ്. അന്നേരം മാതാവ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അയ്യോ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഉടനെ കുഞ്ഞുണ്ടാകുന്നു, അടുത്ത ആളുണ്ടാകുന്നു. ഇവരുടെ കാര്യങ്ങളെല്ലാം, ഓരോരുത്തരുടെ കാര്യങ്ങളെല്ലാം നോക്കി അപ്പുറത്തിന് വളരും. പിന്നെ അതിനുശേഷം ഇപ്പൊ അവരുടെ മക്കളുണ്ട്, അവരെ നോക്കുന്നു. എനിക്കൊന്നും സുവിശേഷ വേല ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഉടനെ അവരുടെ പാസ്റ്റർ അടുത്ത് ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ മിഷണറി അമ്മച്ചിയാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ മിഷണറി അമ്മച്ചിയാണ്. കാരണം ആ വീട്ടിൽ നിന്നും 11 മിഷണറിമാര്, 10 മക്കളും ഭർത്താവും, അത്രയും മിഷണറിമാരെ വളർത്തിയെടുത്ത ബ്രീഡിംഗ് ഫാം ആയിരുന്നു അത്. നമുക്കറിയാം, ജോൺ വെസ്ലിയെ കുറിച്ച് നമുക്കറിയാം. മെത്തഡിസ്റ്റ് ചർച്ചിന്റെയും മറ്റും സ്ഥാപകനായ ജോൺ വെസ്ലി. മെത്തഡിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് വന്നത്. മെത്തേഡ്, അതായത് ആരാധനയ്ക്ക് ഓർഡർ ഇല്ലാത്ത ഒരു കാലത്ത് ശരിയായ ആരാധനയ്ക്ക് ഓർഡർ കൊണ്ടുവന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് മെത്തേഡിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പോലും അങ്ങനെയാണ് അതിൽ വന്നത്. നോക്കുക, ജോൺ വെസ്ലിയെ പോലെ, അതേപോലെ ചാൾസ് വെസ്ലിയെ പോലെ അനേക ദൈവദാസന്മാരെ അവർ ബ്രീഡ് ചെയ്യും. പക്ഷെ അവര് മനസ്സിൽ ചിന്തയുണ്ട്, എന്താ പറയുന്നത്, അവർ ഇതേപോലെ ഇവര് പോയതുപോലെ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്തില്ല. അതാ വിഷമിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കുക നമ്മളെ കുറിച്ചുള്ളത്. നമ്മുടെ വീട്ടിൽ വളരുന്നതായ, നമ്മുടെ വീട്ടിലുള്ളതായ ഒരു മോശയെ കണ്ടുകൊണ്ട് ആ അമ്രാമും യോഖേബേദും ഇവൻ ശിശു സുന്ദരനാണെന്ന് കണ്ടുകൊണ്ട് അവനെ അവിടെ നിന്ന് വളർത്തി അവനെ ഒളിപ്പിച്ചു വെച്ചു. അത്ര എഴുതിയുള്ളൂ. നോക്കുക,
ഈ പിന്നെ എബ്രായ ലേഖനം 11 എഴുതുമ്പോൾ വിശ്വാസത്താൽ പല കാര്യങ്ങൾ കോട്ടയെ പിടിച്ചെടുത്തതും പല കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയും, സിംഹത്തെ എല്ലാം തോപ്പിച്ചതും എല്ലാം പറയുമ്പോഴും നമ്മുടെ പിന്നെ അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? മോശയുടെ അപ്പനെയും അമ്മയും പറയുന്നത് അവർ ഒളിപ്പിച്ചു വെച്ചു. എങ്ങനെയാണ്? ശിശു സുന്ദരെന്ന് മനസ്സിലാക്കി, അവൻ പ്രത്യേകതയുള്ളവനെന്ന് മനസ്സിലാക്കി അവനെ ഒളിപ്പിച്ചു വെച്ചു. അതാണ് അവരുടെ ദൗത്യം. ഓരോരുത്തരുടെ ദൗത്യം എന്ത് ചെയ്യാണ്? ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ജോലി എന്താണ്? ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എന്റെ ദൗത്യം എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയണം. ഈ ദൗത്യമായിരിക്കത്തില്ല മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വളരുന്നതായ 4 സഹോദരങ്ങളായിരിക്കാം. ഈ 4 സഹോദരങ്ങളിൽ ഒരാള് ചെയ്യുന്നതായിരിക്കത്തില്ല അടുത്ത ആളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ജയാളിയായി മാറാൻ തക്കവണ്ണം കഴിയുന്നത്? സ്തോത്രം. ഓരോ ദിവസവും ഞാൻ അതിനകത്ത് ജയിക്കാൻ തക്കവണ്ണം കഴിയണം. ഓൾ ദ ടൈം എന്റെ മുമ്പിൽ ഓപ്ഷൻസ് വരികയാണ്. കയ്യിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കൊരു ഓപ്ഷൻ വരുന്നതാണ്. നിന്റെ മുമ്പിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാണ്. നീ അതിനെ എന്ത് ചെയ്യണം? നീ അതിനെ ജയിക്കണം. വാതിൽക്കലാണ് കിടക്കുന്നത്. തൊട്ട് വാതിൽക്ക് ഇറങ്ങി ചെല്ലുന്നിടത്ത് തന്നെ നിന്റെ ആ എൻട്രൻസ് പോയിന്റ് തന്നെ അവിടെ കിടക്കുകയാണ്. ജയിക്കണം. സോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആക്ച്വലി? സോ ദിസ് ഈസ് ഗോയിങ് ടു കം എവറി ടൈം. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവരെ റിഗ്രസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ കടത്തിവിടും. മാനസികമായിട്ട് അവരെ തളർത്തും, അവരെ ചീത്ത വിളിക്കും. ഈ പട്ടാളത്തിൽ വന്നതിന് ശേഷം ഉടനെ ഇവരെ കൊണ്ടുവന്നതിന് ശേഷം ഉടനെ അൺനെസറിയായിട്ട് ഇവരെ ബ്ലെയിം ചെയ്യും. ഇവരെ മാനസികമായിട്ട് ഇവരെ ശക്തമായിട്ട് ഇവരെ പീഡിപ്പിക്കണം. ആ മാനസികമായ പീഡനത്തിന്റെ പിന്നിൽ ഇവരെ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം കഴിയണം. ഇവരെ നമുക്കറിയാം, ഈ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലും മറ്റും അവിടെ ഉണ്ടായിരുന്നതായ ഒരു സഹോദരനോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉടനെ അവൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യും, അവരെ നാണം കെടുത്തും, ആൾക്കാരുടെ മുമ്പിൽ അവരെ ചെയ്യും. ഒരുപക്ഷെ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓടാൻ തക്കവണ്ണം പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആക്ച്വലി അവൻ ഏത് സാഹചര്യത്തിൽ നിന്നാലും ഏത് അവസ്ഥയിൽ നിന്നാലും അവൻ എന്ത് ചെയ്യണം? ആ ദൗത്യം മറക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ് നീഡ് ടു ഹാപ്പൻ. അതാ ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നതാണ് ആക്ച്വലി ക്രിസ്തു യേശുവിൽ. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 2:14 വാക്യം ഒന്നുകൂടി വായിച്ച്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നതായ കർത്താവ്. സ്തോത്രം. എങ്ങനെയാണ് ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ജയോത്സവമായി നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടി. ദൈവിക പരിജ്ഞാനത്തിന്റെ വാസന എന്ന് പറഞ്ഞത് എന്താണ്? ആക്ച്വലി നമുക്കറിയാത്ത ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ ദൈവത്തിന്റെ വാസന വെളിപ്പെടുത്തണം. നയമാന്റെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇസ്രായേൽക്കാരി പെൺകുട്ടിയാണ്. അവളെ അടിമയായി കൊണ്ടുപോയതാണ്. പക്ഷെ അടിമയായി കൊണ്ടുപോയെന്നുണ്ടെങ്കിലും അവൾ പരീക്ഷ പാസ്സായി. എപ്പോഴാണ് എപ്പോഴും പറയുന്നത്? അവൾ ഗ്രാജുവേറ്റ് ചെയ്തു. എപ്പോഴാണ് ഗ്രാജുവേറ്റ് ചെയ്തത്? ആ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞു. ആ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നത്തിന്റെ പരിഹാരം അവൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നോക്കുക, എവിടെയുണ്ട്? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയാൽ എന്ത് ചെയ്യും? നിനക്ക് എന്ത് ചെയ്യാൻ തക്കോണം കഴിയും? സൗഖ്യമുണ്ടാകാൻ തക്കോണം ഇടയായിത്തീരും. അവർക്കൊരൊറ്റ മിഷൻ മാത്രമേ ഉള്ളൂ. പേരറിയാത്ത ഒരു പെൺകുട്ടിയുണ്ട്. സ്തോത്രം. ആ പേരറിയാത്ത പെൺകുട്ടിയുടെ അവളുടെ ഒരൊറ്റ സംസാരമാണ്. ആ വീട്ടിലിരുന്നു കൊണ്ട് അടിമയാണെന്നുള്ള റിയലൈസേഷൻ ഉള്ളപ്പോൾ തന്നെ അവൾ തിരിച്ചറിഞ്ഞു, എനിക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നയമാന് സൗഖ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ എല്ലാ ജീവിതത്തെ അങ്ങനെയാണ് ദൈവമക്കളെ വെച്ചിരിക്കുന്നത്. എവറി മൊമെന്റ്, എല്ലാ നിമിഷത്തിലും. അത് പത്രോസ് ആണെങ്കിലും പൗലോസ് ആണെന്നുണ്ടെങ്കിലും ഓരോ മൊമെന്റിൽ ഓരോ സ്ഥാനത്ത്. ഇന്ന് നമ്മളേക്ക് വരാം, 21-ാം നൂറ്റാണ്ടിലേക്ക് വരാം. 21 നൂറ്റാണ്ടിൽ എന്നെ ആക്കിയിരിക്കുന്നതായ ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞ ശേഷം ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഒരു ദിവസം ഞാൻ ഞായറാഴ്ച ദൈവത്തിന്റെ സന്നിധിയിൽ ഇതുപോലൊരു ആലോചന കേൾക്കാൻ തക്കവണ്ണം ഇവിടെ അയച്ചു. ഞായറാഴ്ച ആരാധന കേട്ടതിന് ശേഷം ഉടനെ ഞാൻ വിചാരിച്ചു, ഞാൻ അതുപോലെ നേരത്തെ വിചാരിച്ച പോലെ ചർച്ചയിൽ പ്രസംഗിക്കാനോ അല്ല ചർച്ചയിൽ പിന്നെ സങ്കീർത്തനം പറയാനോ ഒരു സമയമില്ലാത്തൊരു കാലഘട്ടം. 10-14 വർഷം മുമ്പുള്ള കാര്യം പറയുന്നു. അത് ആ ടൈമിൽ ഞാൻ മനസ്സിൽ മൊത്തമുള്ള ചിന്ത ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് സുവിശേഷ വേല ചിന്തിച്ച ഒരു ടൈമിലുണ്ടാക്കിയത്. എന്നിട്ട് ആ സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, നീ എഴുതാൻ തക്കവണ്ണം പറയുന്നത്. ഞാൻ എഴുതാൻ തക്കവണ്ണം തുടങ്ങി.
ഞാൻ ഇരുന്ന് 2 മണി 3 മണി വരെയൊക്കെ രാവിലെ ഇരുന്ന് ആർട്ടിക്കിൾ എഴുതാൻ തുടങ്ങും. ഇത് ആരും കാണുന്നില്ലല്ലോ, അതൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ ഒരു ദിവസം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഉടനെ ഞാൻ വിചാരിച്ചു, കർത്താവ് എനിക്ക് ഒരു അല്പസമയം ഒരു മണിക്കൂറെങ്കിലും എനിക്ക് ഇരിക്കാനുള്ളൊരു ജോലിയായിരുന്നു എനിക്ക്. കർത്താവ് അടുത്ത മാസം എന്തിനു വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ട് അടുത്ത മാസം എൻ്റെ പുതിയ ജോലിയായിരുന്നു. ആ പുതിയ ജോലി എനിക്ക് നൈറ്റിലാണ് ജോലി. ആകെ ഒരു 15 മിനിറ്റ് റീഹാബിലെ ജോലി ചെയ്തു. 15 മിനിറ്റ് കണ്ട ജോലിയുള്ളൂ. അത് മാത്രം കുറച്ച് പേപ്പർ വർക്ക് മാത്രം ചെയ്യാനുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ മേശതായി നടക്കുന്നു, പേരതായിരിക്കുന്നു, പേപ്പറതായിരിക്കുന്നു. പേരും പേപ്പറിനെ എൻ്റെ കൊണ്ട് കേട്ടോ അവിടെ നിർത്തി. അവരുടെ അവിടെ വെച്ച് ഇതായിരിക്കുന്നു, ഇഷ്ടം പോലെ സൗകര്യം ഉണ്ട്, വേറെ ഒരു ജോലിയില്ല, എഴുതാൻ കർത്താവ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. അന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എന്നെ കൊണ്ട് എന്തോ ചെയ്യാനായിട്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ആർട്ടിക്കിൾ എഴുതി, ആ ആർട്ടിക്കിളിന്റെ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? ആ ഒരു ചോദ്യം വെച്ചതിന് ശേഷം ഉടനെ ഒരു വണ്ടിയുടെ ഒരു യാത്രക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് ആ യാത്രക്കാരൻ തരുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്, അവന്റെ യാത്രയ്ക്ക് വേണ്ട പല കാര്യങ്ങളുണ്ട്. ആ ട്രാക്റ്റാണ് അത് പിൻകാലത്ത് ട്രാക്റ്റായിട്ട് നിങ്ങൾ പബ്ലിഷ് ചെയ്തു. കാരണം അതിനകത്ത് വന്നതിന് ശേഷം ഉടനെ ഈ യാത്രക്കാരനെ പോലെ ഡോക്യുമെന്റ് പരിശോധിക്കുക, ഡെസ്റ്റിനേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. ഇത് ഞാൻ എഴുതി അയച്ചു, ദൈവസന്ധി വെച്ചു. ഞാൻ പറയട്ടെ, പിന്നെ നെയ്റോബിയിലുള്ളതായ അടുത്ത ദിവസം ഞാൻ ഒരു ഓൺലൈൻ പത്രത്തിനകത്താണ് കൊടുത്തത്. നെയ്റോബിയിലുള്ളൊരു വ്യക്തി അതിന്റെ അടിക്ക് എനിക്ക് എഴുതി, ഇത് മലയാളിയാണ്, അദ്ദേഹം അടിക്കെഴുതി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനും ഈ ലേഖനം എനിക്കിടയാക്കി. നോക്കുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ God will use anywhere. രണ്ടാമത് മറ്റൊരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയത് പിന്നെ യോഗയെ കുറിച്ചാണ്. യോഗ എന്ന സാത്താന്യ തന്ത്രം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ എഴുതി. കണക്ക് വരെ അറിയത്തില്ലായിരുന്നു. ആർട്ടിക്കിൾ എഴുതി ഹല്ലേലൂയ പത്രത്തിനകത്ത് അത് പബ്ലിഷ് ചെയ്തു. പക്ഷേ എന്നാൽ ഹല്ലേലൂയ പത്രം പബ്ലിഷ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ മാസികയ്ക്കകത്ത് പബ്ലിഷ് ചെയ്തതായ സമയത്ത് അത് കടന്നുപോയി. ദൈവക്കളെ ഞാൻ പറയട്ടെ, അതിന്റെ അടിക്ക് ധാരാളം പേര് കമന്റുകൾ എഴുതി. എന്നെ ചീത്ത വിളിച്ച ആൾക്കാരുണ്ട്, എന്നെ അന്തിക്രിസ്തു വിളിച്ച ആൾക്കാരുണ്ട്, നിനക്ക് സുബോധമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാൽ അതിനകത്ത് ചില കമന്റുകൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കമന്റുകൾ എഴുതി ഇങ്ങനെയാണ്, ആക്ച്വലി ഇതിനെക്കുറിച്ച് അറിയാൻ തക്കോണം ഇടയായി തീർന്നു. ഞങ്ങൾ കുറെ പേര് ഞങ്ങൾ എല്ലാവരും യോഗ ഉപദേശിച്ചു. അതിനുശേഷം ഉടനെ പറയുകയാണ്, കത്തോലിക്ക പുരോഹിതന്റെ അടുക്കലാണ് ഞങ്ങൾ പോകുന്നത്, അദ്ദേഹത്തോടെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ യോഗ പറയുന്ന അവസാനിപ്പിച്ചു. പലരും ഈ ട്രാക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഉടനെ തിരുവല്ലയിലുള്ളതായ ഒരു അങ്കിള് ഒരു അച്ഛൻ വന്നതിന് ശേഷം ഹല്ലേലൂയ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പെർമിഷൻ തരണം, എനിക്ക് എന്റെ കോപ്പി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അദ്ദേഹം പലയിടങ്ങളിൽ ആയിരക്കണക്കിന്, താങ്കുട്ടി പറഞ്ഞത് 5000 കോപ്പി എന്നാണ് അദ്ദേഹം അടിക്കാൻ താല്പര്യപ്പെടുന്നു പറയുന്നത്. അതിനുശേഷം ട്രാക്റ്റായി പബ്ലിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, so whenever God wanted to use you, നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നതായ സമയത്ത് you don't know എന്തിനു വേണ്ടിയാണ്, you don't know for what, എന്തിനു വേണ്ടിയാണ് എന്റെ ഉദ്ദേശം. പക്ഷെ ഒറ്റ കാര്യം ഇത്രയാണ്, ഓൾ ദി ടൈം അലർട്ട്. നയമാന്റെ വീട്ടിലെ പ്രശ്നമുള്ള കാര്യം പുറത്താർക്കും അറിയത്തില്ല. അവൻ ജയിച്ചവനാണ്, അവൻ ജയാളിയാണ്, പോരാളിയാണ്, വിക്ടറാണ്. സമൂഹത്തിന്റെ മധ്യ അരാം രാജാവിന് ജയം നൽകിയ ശക്തനായ സേനാനായകനാണ്. പക്ഷെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ ഉള്ളിൽ പുകഞ്ഞു നീറുന്ന അനുഭവം, അവരുടെ ഭവനത്തിന്റെ സന്തോഷമില്ലായ്മ അനുഭവം തിരിച്ചറിഞ്ഞ് അവൾ ആക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവിടെ സംഭവിച്ചത്. ആ നയമാൻ കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഉദ്ദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, ഏത് പൊസിഷനിൽ ദൈവം ആക്കിയിരിക്കുന്നു മനസ്സിലാക്കാൻ തക്കോണം ശ്രമിക്കുക. ഒരുപക്ഷെ എല്ലാവർക്കും പ്രസംഗിക്കാനുള്ളതായിരിക്കില്ല, ഒരു വലിയ ലേഖനം എഴുതാൻ വേണ്ടിയുള്ളതായിരിക്കില്ല, ഒന്നും ആയിരിക്കില്ല. സിമ്പിൾ, എ വെരി 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 സിമ്പിൾ തിങ്. എന്താ ആക്ച്വലി ഐ ക്യാൻ ഡു ഇറ്റ്. 2 കാര്യമാണുള്ളത്. ഒന്ന് ദ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്, 2 ഏരിയ ഓഫ് കൺസേൺ. 2 കാര്യമുണ്ട്, ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ഏരിയ ഓഫ് കൺസേൺ. ഈ 2 കാര്യങ്ങളോട് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്ന്, ഇൻഫ്ലുവൻസിന്റെ എനിക്ക് സ്വാധീനമുള്ള ഒരു മേഖലയുണ്ട് എന്റെ ഭവനത്തിനകത്ത്. രണ്ടാമത്തൊന്നുണ്ട് ഏരിയ ഓഫ് കൺസേൺ. ഈ രാജ്യത്തിന്റെ ഈ ഭരണാധികാരിയെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒത്തിരി കൺസേൺ ഉണ്ട്. ദാറ്റ്സ് എ കൺസേൺ. പക്ഷെ ആ കാര്യത്തിലൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ വീട്ടിന്റെ അകത്ത്, എന്റെ ഭവനത്തിന്റെ അകത്ത് എന്റെ ഇൻഫ്ലുവൻസിന്റെ ഏരിയയാണ്. എന്റെ വീട്ടിന്റെ അകത്ത് എനിക്ക് ചെയ്യാൻ തക്കോണം കഴിയും. എന്റെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളോട് പറയാൻ തക്കോണം കഴിയും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ യുവർ ലൈഫ്. അവരെ കുറിച്ച് പറയാൻ തക്കോണം കഴിയും. ഒരുപക്ഷെ പല പ്രാവശ്യം അവരോട് പറയാൻ തക്കോണം കഴിയും, ആവർത്തിച്ച് പറയാൻ, അവരുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കാൻ തക്കോണം ഇടയായിത്തീരും. ഐ ആം ലിവിങ് ഫോർ ക്രൈസ്റ്റ്. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞുവല്ലോ, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവിനെ സേവിച്ചു, കർത്താവിന്റെ കൂടെ ഇതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞു. മോള് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അവൾ 12ാം ക്ലാസ് കഴിഞ്ഞ ശേഷം അടുത്തൊന്ന് തിരഞ്ഞെടുക്കണം.
അപ്പൊ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്ത ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ ഈ വചനത്തെക്കാൾ ഇതിനേക്കാൾ വലിയൊരു കാര്യം ലോകത്തിലില്ല. ഇതിനേക്കാൾ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം ലോകത്തിലില്ല. ബാക്കിയെല്ലാം അതിന്റെ പുറകിൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, അത് അത്ര മാത്രമേ എനിക്ക് പറയാൻ തക്കുള്ളൂ. സോ അവള് ഇത്ര ഞാൻ പറഞ്ഞു. സോ അവൾ പിന്നെ ചോദിച്ചു, ഞാൻ അത് എടുക്കണോ, ഞാൻ ആ രീതി ചൂസ് ചെയ്യണോ? ഞാൻ പറഞ്ഞു ഇറ്റ് അപ്പ് ടു യു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടനെ അവള് പോയതിനു ശേഷം ഉടനെ ഇവിടെ പിന്നെ കിങ്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി വർഷിപ്പ് ലീഡർഷിപ്പിന്റെ അഡ്മിഷൻ എടുത്തു. ഐ എം സോ പ്രൗഡ്. എത്ര സന്തോഷമാണ്. എന്റെ മകൾ ആക്ച്വലി സ്വന്തം ദൈവത്തിന്റെ വചനം പഠിക്കാൻ പോയതുപോലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മറ്റ് വേറെ ഒന്നുമില്ല ആക്ച്വലി. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഓൾ ദ ടൈം ഇൻ അവർ ഫാമിലി, എന്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും, അവരെക്കുറിച്ച് പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കണം, മോശയെ മനസ്സിൽ തിരിച്ചറിഞ്ഞു ജീസസ് സുന്ദരനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞൊരു ഡോക്ടറായാൽ അവനൊരു മിഷണറി ഡോക്ടറായിരിക്കണം. അവളൊരു നേഴ്സായാൽ അവൾ ജോലിക്ക് ശമ്പളത്തിന് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്, അവളുടെ സേവനത്തിന് വേണ്ടിയായിരിക്കണം അവൾ പണിയെടുക്കേണ്ടത്. ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനായാൽ അവിടെ നിൽക്കേണ്ടത് എങ്ങനെയായിരിക്കണം? കർത്താവിന്റെ ഒരു സാക്ഷിയായിരിക്കണം, ഒരു മിഷണറി ആയിട്ടായിരിക്കണം. ഇതെന്നെല്ലാം എനിക്ക് കഴിയും. എന്താ പറയുന്നത്, ദിസ് ഈസ് മൈ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്. ഞാൻ പോയി ജോ ബൈഡനെ നന്നാക്കാൻ പറ്റത്തില്ല, കമലാ ഹാരിസിനെ നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റും, എന്റെ വീട്ടിലുള്ളത് നന്നാക്കാൻ പറ്റും, എന്റെ വീട്ടിൽ വളരുന്ന ലീഡറെ തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന എന്തിനു വേണ്ടിയാണ്? അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതാ പറഞ്ഞത്, അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന ഈ സമയത്ത്, ഇന്ന സമയം, ഇന്ന മൊമെന്റ്, ഈ ടൈമിലാണ് അവന് വേണ്ടത്. അതുകൊണ്ട് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് നമ്മളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചു തന്നെ ആരോഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്തു. രാവിലെ മുതൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവെ, അങ്ങയുടെ പ്രിയ മക്കൾ അല്ലെങ്കിൽ ഇടതടവില്ലാതെ തുടർമാനമായി പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവ്. ദൈവമേ സ്തോത്രം. ഈ പ്രാർത്ഥന ലൈനിനെ കർത്താവെ, അങ്ങയുടെ സൗരഭ്യത്തിന്റെ വാസന വെളിപ്പെടുത്തുവാൻ തക്കോട് വെച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഇതിൽ കൂടെ കർത്താവെ സ്തോത്രം, അനേകരുടെ ജീവിതങ്ങളിൽ സൗരഭ്യമായി ദൈവം നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും കർത്താവെ അങ്ങയുടെ വാസനയാക്കി ദൈവമേ സ്തോത്രം, ഈ ഒരു കൂട്ടായ്മയെ അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് മാറ്റുമാറാകണമേ. കർത്താവെ, ഇന്ന് ഈ ദിവസം കർത്താവെ, ഞങ്ങളുടെ ദിവസം ആരംഭിച്ചതേ ഉള്ളല്ലോ കർത്താവെ. ദൈവമേ, ഈ ദിവസം ഞങ്ങളെ അങ്ങയുടെ കർത്താവെ പരിജ്ഞാനത്തിന്റെ വാസനയാക്കി മാറ്റണം. കർത്താവെ, ഞങ്ങൾക്ക് ജയം ആവശ്യമാണ്. കർത്താവെ, ആ ജയം കൊണ്ട് തൃപ്തിപ്പെടുവാനല്ല കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ ആ കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിച്ചു പോകുന്നവരുടെയിലും കർത്താവെ സ്തോത്ര സൗരഭ്യമായി തീരേണ്ടത് കർത്താവ് തകർന്ന് മുറുങ്ങി യാഗമായി തീർന്ന് ലോകത്തിന് മുഴുവൻ, നശിച്ചു പോകുന്നവർക്ക് മുഴുവൻ, നരകത്തിലേക്ക് പോകുന്ന സകലർക്കും ഒരു സൗരഭ്യത്തിന്റെ വാസനയാക്കി മാറ്റിയെങ്കിൽ, ജീവനിലേക്ക് അവരെ നയിച്ചുവെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെയും രാവിലെ സമർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പട്ടണങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്ര, രോഗബാധയിൽ നിന്ന് അതിൻ്റെതായ പ്രയാസങ്ങളിലൊക്കെയും അടികളെ സേവിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. കർത്താവിന്റെ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നല്ല ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനം ആമേ സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി ചെയ്യുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന സ്തോത്ര ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കിടന്നുമുള്ള ജനത്തെ സമർപ്പിക്കുന്നു. അടിയനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. നീ ഞങ്ങളെ നടത്തുന്ന ദൈവം, ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. നന്ദിയോട് സ്തോത്രം കർത്താവേ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഉള്ളത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന
ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. അമേരിബി ക്രൗഡമിനെ സീക്കരബൗഡബ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടുത്തെ തൃക്കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന സൗരഭ്യവാസനയായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അമാനഘടകമായി ശബ്ദലാറവ ജൂഡറബലറിന ദീപബറവ ഓരിഷ്ടവനമൗഡാവ ശബ്ദലാറവ ജൂഡറബ. ആമേൻ. കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ആമേൻ. സഭയായി ഏൽപ്പിക്കുന്നു കർത്താവ്. കൂട്ടത്തെ ദൈവം അനുഗ്രഹിപ്പോ. ആമേൻ. കടന്നു വന്ന ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞ് കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ചില സിസ്റ്ററിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജോസഫ് നാച്ചിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞ് കർത്താവിന്റെ ദാസനെ ഓർത്ത് ആമേൻ. ഹല്ലേലൂയ തോമസ് മുള്ളക്കിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ ബേബിക്കുട്ടി പറഞ്ഞ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ സ്തോത്രം. കർത്താവെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഒരു കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് കൃപയിൽ ഹല്ലേലൂയ ദൃശ്യക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ലൈനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദൈവമക്കളെയും കർത്താവ് സഹായിക്കണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ഫലം ഞങ്ങൾ കാണുവാൻ ഇടയാക്കണം. ആമേരി കോടി മനസ്സിക്കര ബൗഡബാദിരിക്കുന്നതോ ശബ്ദലോടിദ്വാരികതി കോടി മനസ്സിക്കര ബൗഡ. ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ച് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ അത് അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണം. അതിനായി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അത്ഭുതം ചെയ്യണമേ. തുടർന്നും പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ജയമെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്നെയും എന്റെ കുടുംബത്തിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് പാസ്റ്റർ തോമസ് മുള്ളക്കൽ ആമേൻ ഇന്ന് പകൽക്കാലം ദൈവവചനം സംസാരിച്ചു. അത് സമറൈസ് ചെയ്ത് കുട്ടി ബ്രദർ അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ഹല്ലേലൂയ ആമേൻ അനേക വിഷയങ്ങൾ പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വചനം കേട്ടപ്പോൾ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ തക്കണം. ഞാൻ ആമേൻ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. ആ വചനം ഹല്ലേലൂയ ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനം നമ്മളെ വിളിച്ചതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ. ആ ഉദ്ദേശം ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം നമ്മളിൽ ഹല്ലേലൂയ ദൈവം ആമേൻ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അതിന്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ അതിന്റെ ഗൗരവം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹാലിൽ ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഒന്നുമായിട്ടില്ലെന്ന് ആമേൻ സമ്മതിച്ചു ദൈവസന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ നിറവേറ്റുവാൻ തക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ ഉദ്ദേശങ്ങൾ ഹല്ലേലൂയ ആമേൻ നമ്മളെ കുറിച്ചുള്ളത് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി. നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഹല്ലേലൂയ അത് ചെയ്തു തീർക്കാനാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അവന്റെ ദൗത്യം ഹല്ലേലൂയ ആ മിഷൻ ആമേൻ നമ്മൾ ചെയ്തു തീർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല ഉദാഹരണം കർത്താവിന്റെ ദാസൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം പിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു എരിവ് ആമേൻ സുവിശേഷം അറിയിക്കുവാനുള്ള എരിവ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ക്രിസ്തു അവന്റെ ദൗത്യം നിറവേറ്റി. ആമേൻ. പിതാവായിച്ച ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ആമേൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. പിതാവിന്റെ ഉദ്ദേശം അതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ പരിഹാരമായിട്ട് ക്രിസ്തു കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ടു. എഴുന്നേറ്റ് നമുക്ക് ജയം തന്നിരിക്കുകയാണ്. ആമേൻ. ശത്രുവിന്മേൽ ജയമെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ വാക്യം എനിക്ക് വളരെ സന്തോഷമായി. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓ ഹബാരബി കോടി മനസ്സിക്ക് ആമേ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഓ അതിനെല്ലാം അടങ്ങിയിട്ടുണ്ട്. സൗരഭ്യ വാസന കൊടുക്കുന്നവരായി തീരുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി സഹായിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം അത് നമ്മളെ ശക്തീകരിക്കുന്നതാണ്, ബലപ്പെടുത്താണ്. നമ്മൾ അതിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേക ഉദാഹരണങ്ങൾ പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമ്മൾ അറിയുന്നവരായി തീരണം. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി? ദൈവത്തിന് സ്തോത്രം. അത് വളരെ ആമേൻ സ്തോത്രം നമ്മൾ അതിനെ ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. ആമേൻ. അതുപോലെ തന്നെ ആമേൻ ജോസഫ് മാത്യു പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണം? ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവദാസനേക കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തന്നു. ഇന്ന് പകലക്കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ പരീക്ഷയിൽ അകപ്പെടാതെ, ഞാൻ പെട്ടെന്ന് ആ ഒരു വാക്കിൽ പറഞ്ഞേക്കാം, പരീക്ഷയിൽ അകപ്പെടാതെ വേണം ഉണർന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുപോലെ കൈകളെ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. കൈ കൊട്ടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് സ്വന്തം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന് ദാസൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണ്. ആമേ തീരുമാനത്തിന്മേൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. തീരുമാനത്തിന്മേൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ പിഴകളെ ക്ഷമിച്ച് കർത്താവ് നമ്മുടെ പിഴകളെ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ. മെയിനായിട്ടുള്ള വിഷയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന കൊടുക്കുന്നവരായി തീരണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയമാണ്. ആദ്യമായിട്ട് നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ വേലസ്ഥലത്തേക്ക് വേലക്കാരെ അയക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അതാണ് മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന്റെ വേലയാണ് മെയിൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും പരക്കുവാൻ വേണം. അതിന് വാതികളെ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ ബൗഡറബ ശബ്ദലാറബ ജൂഡറബ ഹല്ലേലൂയ വേലക്കാരെ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിൽ ഉൾപ്പെട്ടവരാണ് നമ്മളും. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച വയലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോലി സ്ഥാനമാകട്ടെ, ഭവനമാകട്ടെ, അയൽവാസികളാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഏൽപ്പിക്കണം. അതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മളെ അതിന് ഉൾക്കൊള്ളിക്കണം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേല ആമേൻ വിശാലമുള്ളതാണ്. ഹല്ലേലൂയ. വേലക്കാരെ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേലയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ. ഹല്ലേലൂയ. ജീവിതങ്ങളെ ദൈവം ഒരുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവെ വിഷയമോർത്ത് പ്രാർത്ഥിക്കാം. ജനത്തെ നീ കൂട്ടി ഭരിക്കുമല്ലോ, അതിനായി സ്തോത്രം. കാരണം നമ്മുടെ ജനത്തെ ഒരു പ്രാവശ്യം കൂടി അടിയനെ ഏൽപ്പിക്കുന്ന ഈ വിഷയത്തിന്മേൽ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.